ഹായ് ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. എല്ലാവർക്കും എജ്യൂപോഡിൻ്റെ സ്വാഗതം. ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അഥവാ ബയോളജിയിൽ നിന്നും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെ, അതിൻ്റെയൊക്കെ വെയിറ്റേജ് എത്രയൊക്കെ, ഒരു നല്ല ചോദ്യമാണ് അല്ലേ മക്കളെ. നോക്കിയാലോ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓണപരീക്ഷയൊക്കെ ഉണ്ടായിരുന്ന രണ്ട് പാഠങ്ങളിലാണ്. ആദ്യത്തെ നമ്മുടെ നട്ട് നനക്കാം, നന്മകൾ കൊയ്യാം, ലെറ്റ്സ് റീപ്പ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നെസ്. ആ പാഠവും നമ്മുടെ ജീവികളുടെ ഉത്ഭവം, ജീവികളുടെയും അല്ലേ ആ നമ്മുടെ എവല്യൂഷൻ്റെ പാഠവും. ഈ ഓണം എക്സാമിൻ്റെ പാഠത്തിൽ നിന്നും മാക്സിമം ഒരു 20% വരെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ശേഷമുള്ള 3 പാഠം കൊടുത്തിട്ടുണ്ട്. സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, ജീവൻ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ജസ്റ്റ് ഒന്ന് എഡിറ്റിങ്ങിൽ മാറ്റം വന്നാൽ കേട്ടോ. അവിടെ കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള പാഠമാണ് മക്കളെ. മാക്സിമം ഒരു 8 മുതൽ 12 മാർക്ക് വരെയാണ് നമ്മുടെ വെയിറ്റേജ് പ്രതീക്ഷിക്കുന്നത്, ഇൻക്ലൂഡിങ് ഓപ്ഷൻസ് കേട്ടോ. ഓപ്ഷൻ അടക്കമുള്ള വെയിറ്റേജ് ആണ്. അത് അതേ സെയിം വെയിറ്റേജ് തന്നെ നമ്മുടെ 2ാമത്തെ പാഠം, 4ാമത്തെ പാഠം ബയോളജിയിലെ ട്രീ ഓഫ് ലൈഫ്, നമ്മുടെ നാളെയുടെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം. ഓക്കെ, ആ പാഠത്തിൽ നിന്ന് മക്കളെ 8 മുതൽ 12 സെയിം വെയിറ്റേജ് തന്നെയാണ്. ഇൻക്ലൂഡിങ് ഓപ്ഷൻസ് ആണ്, ഒന്നുകൂടി ഓർക്കുക. ഓപ്ഷൻസ് അടക്കം മാക്സിമം 12 മാർക്ക് വരെ നമ്മൾ വെയിറ്റേജ് അതിന് കാണുന്നത്. അതുപോലെ തന്നെ മക്കളെ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിലെ 5ാമത്തെ പാഠത്തിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനേ വരില്ല. ഓക്കെ, നിങ്ങളിത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ പറയുമോ? സ്കൂളിൽ ടീച്ചറോട് ചോദിക്കുക, ടീച്ചറെ ഇത് പരീക്ഷയ്ക്ക് വരുമോ? ചില സ്കൂളിൽ നിന്ന് ഇത് എടുത്തിട്ടേ ഇല്ല. ഒരുപാട് മക്കൾ മെസ്സേജിൽ പറഞ്ഞു, സാർ എനിക്കത് എടുത്തിട്ടില്ല, സ്കൂൾ ഉണ്ടാവില്ല, സ്കൂൾ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യടാ, സ്കൂൾ ടീച്ചറോട് ചോദിക്കുക, മിസ്സേ ഉണ്ടാകുമോ? സ്കൂൾ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് പഠിക്കണ്ട. കാരണം സ്കൂൾ ടീച്ചറാണല്ലോ മാർക്ക് ഇടുന്നത്. അഥവാ ക്വസ്റ്റ്യൻ വന്നാൽ ടീച്ചർ എന്ത് ചെയ്യും, അതിനും ഫ്രീ ആയിട്ട് മാർക്ക് തന്നോളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, സ്കൂൾ ടീച്ചറോട് ഇത് ചോദിച്ചിട്ട് അതും സെറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അഥവാ ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ മാക്സിമം ഒരു 3-4 മാർക്ക് മാക്സിമം എന്ത് ചെയ്യുള്ളൂ, ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 3ാമത്തെയും 4ാമത്തെയും പാഠം, സെല്ലിൻ്റെ പാഠവും നമ്മുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ കിണ്ടങ്ങൾ, ഫൈലം, ക്ലാസ് ഓർഡറൊക്കെ പഠിച്ചിട്ടുള്ള ആ പാഠം എന്ത് ചെയ്യണം, ഫുള്ള് ആദ്യം സെറ്റാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം മക്കളെ, നമ്മുടെ ആദ്യത്തെ 2 പാഠങ്ങളിലോട്ട് പോവുക. പിന്നെ അവസാനം ഈ നമ്മുടെ 5ാമത്തെ പാഠത്തിലോട്ട് വരിക. ഈ ഓർഡറിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ പാഠം സെറ്റാക്കിയിട്ട് പഠിക്കുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ നേരെ വരിക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും മെസ്സേജ് അയക്കട്ടോ. വിളിക്കാണ്ടിരുന്നാൽ മതി, എപ്പോൾ ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. ഞാൻ എന്ത് ചെയ്യുക, കാണുന്ന മുറക്കെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യണം, റിപ്ലൈ തരും കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള, ആർക്കെങ്കിലും ഇനി നമ്മുടെ എജ്യൂപോഡിൻ്റെ ഫാമിലി ജോയിൻ ചെയ്തിട്ട് ക്രിസ്മസ് എക്സാമും അതുപോലെ തന്നെ മാർച്ചിൽ പബ്ലിക്കൊക്കെ തൂക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, സെറ്റാക്കിയിട്ട് വരുന്ന 9, 10 അടിപൊളിയാക്കി മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എജ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ച് ഫാമിലി ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ എങ്ങനെ സ്ക്രോൾ പോകുന്നുണ്ടാ, ജസ്റ്റ് ആ നമ്പറോട്ട് അതിൽ ഹായ് അയച്ചിട്ട് എൻക്വയറി ചെയ്താൽ മതി. അതല്ല ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ എനിക്ക് മെസ്സേജ് ഇട്ട് എന്നോട് ചോദിച്ചാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.